അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിപ്പോ ഉള്ളത് ബന്ദറിലാണ്. മാംഗ്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ബന്ദർ എന്ന് പറയുന്നത്. ബന്ദറിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ബന്ദറിനെ കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോ ഈ ബന്ദറിലെ ഹാർബറിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഹാർബറിനെ കുറിച്ച് പറയുമ്പോൾ 1960 ദ ന്യൂ മാംഗ്ലൂർ പോർട്ട്, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 9ാമത്തെ തുറമുഖമാണ്. അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് പ്രാഥമിക തുറമുഖമായിട്ട് മാംഗ്ലൂരിൽ അംഗീകരിച്ചിരുന്നത് ഈ ഒരു ഹാർബറിനെ ആയിരുന്നു. അപ്പോ ഇതൊരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ്. ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയ ഒരു ബിസിനസ് ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ മീനിന് വളരെയധികം വില കുറവാണ്. ഒരു കൊട്ടക്കണക്കിനാണ് അവർ മീനിന് വില ഈടാക്കുന്നത്. ഒരു കൊട്ട നിറച്ച് മീനിന് 150 രൂപക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അത് മാത്രമല്ല ധാക്ക ഫിഷ് മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അനേകങ്ങളായിട്ടുള്ള മെക്കനൈസ്ഡ് ബോട്ടുകളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് അധികം തൊഴിലാളികൾ ഇവിടെ അവരുടെ വർക്കിങ്ങിൽ ഏർപ്പെട്ടതായി കാണാൻ കഴിയും. അറ്റകുറ്റപ്പണികളിലും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അവര് പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഹാർബറിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ഒരു പ്രധാന ബന്ദർ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇവിടത്തെ കുറിച്ചൊരു ലേഖനം വായിച്ചിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് പ്രകാരം സുഗന്ധവ്യഞ്ജന വിപണി മാത്രമായിരുന്നു ഇത് ആദ്യകാലത്ത്. പിന്നീട് പല വിപണികളും പല വസ്തുവകളും വിൽക്കപ്പെടുന്ന പല കടകളും ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നതാണ് പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഒരു റൊസാരിയോ കത്തീഡ്രൽ ഇവിടെയുണ്ട്. അതുപോലെ 18ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച മഹാമായ വെങ്കട്ടരമണ ക്ഷേത്രം, അതുപോലെ കൊളോണിയൽ കാലം മുതലേ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു സെന്റ് പോൾ മിലിറ്ററി ചർച്ച്, അതേപോലെ അൽ ബുക്കർക്ക് ആൻഡ് സൺസ് ടൈൽസ് ഫാക്ടറി, അതുപോലെ തന്നെ നമ്മുടെ കനറ ബാങ്കിന്റെ ഫൗണ്ടർ ബ്രാഞ്ച് ബിൽഡിംഗ് ഇവിടെയുണ്ട്. അതുപോലെ വളരെയധികം ചരിത്ര പശ്ചാത്തലമുള്ള ഒരു BEM സ്കൂള്, അതേപോലെ കാർ സ്ട്രീറ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ ഓൾഡ് ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ ഭക്ഷണ താല്പര്യരായിട്ടുള്ള ആളുകൾക്ക്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വരാനുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഓൾഡ് ഗിരി മഞ്ച റെസ്റ്റോറന്റ് ആണ്. അവിടെ ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാംഗ്ലൂരിയൻ ഫിഷ് കറി എന്നറിയപ്പെടുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വാസ്തുകലാ ശില്പവുമായി ബന്ധപ്പെട്ട അതിന്റെ സൗന്ദര്യാത്മക നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഒരു പാലസ് ഇവിടെ ഉണ്ട്, വർപ്പക് വിലാസ് പാലസ്. അത് ഇവിടുത്തെ ഒരു പ്രമാണിയായിരുന്ന രന്തൻജി ഗഞ്ച് സേട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു പ്രമാണിയായിരുന്നു നിർമ്മിച്ചത്. വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ബന്ദർ പള്ളിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പള്ളി 622 AD അഥവാ ഹിജറ 22 മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് ആദ്യകാലത്ത് മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. പിന്നീട് ടിപ്പു സുൽത്താനാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പള്ളി പുതുക്കി പണിയുന്നത്. അങ്ങനെ ഈ പള്ളിക്ക് സീനത്ത് ബക്ഷ് ജുമാ മസ്ജിദ് എന്ന് പേര് കൊടുക്കുകയായിരുന്നു. ഈ പള്ളിയുടെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്നത് ഒരുപാടധികം തീർത്ഥാടന ആവശ്യത്തിനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വളരെയധികം ശാന്തത ഫീൽ ചെയ്യുന്നു എന്നൊരു കാര്യമാണ്. ഈ പള്ളി 2 നിലകളിലായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരുപാട് തേക്ക് മരങ്ങളാണ് പള്ളിയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പള്ളിയോട് ചേർന്നുകൊണ്ട് നമ്മുടെ പരമ്പരാഗത പള്ളികളുടെ പ്രധാന സവിശേഷതയായി പറയാൻ കഴിയുന്ന കുളവും ഉണ്ട്. ഈ പള്ളിയിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് ഹൗസ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വേറിട്ട ഫീച്ചറായിട്ട് തോന്നി. ഇനി നമ്മൾ പോകുന്നത് സയ്യിദ് മുഹമ്മദ് മൗല ജലാൽ മസ്താനി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ അടുക്കലേക്കാണ്. അദ്ദേഹം ഒരുപാട് വലിയ മശായിഖന്മാരുടെ ഷെയ്ഖ് കൂടിയായിരുന്നു. ലക്ഷദ്വീപിലെ വലിയ ഷെയ്ഖും ഇന്ന് കണ്ണൂർ സിറ്റിയിൽ അന്തി ഇറങ്ങുകയും ചെയ്യുന്ന സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദം അദ്ദേഹത്തെ സങ്കടം പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് പകരം ഒരാൾ വരാൻ പോകുന്നു എന്നാണ്. ആ പറഞ്ഞത് ജലാൽ മസ്താൻ റളിയല്ലാഹുവിനെ കുറിച്ചായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ വലിയ ഒരു ഷെയ്ഖായിരുന്നു യൂസുഫ് റബ്ബാനി റളിയല്ലാഹു അൻഹു. യൂസുഫ് റബ്ബാനി റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന് ഫാദിരിയ, റിഫായിയ പോലെയുള്ള ത്വരീഖത്തുകളുടെ ഖിലാഫത്ത് നൽകുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യ ആകെ സഞ്ചരിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ അദ്ദേഹം അജ്മീറിലും എത്തുകയുണ്ടായി. അജ്മീറിലെ അന്നത്തെ ഖലീഫയായിരുന്ന ജഹാംഗീർ ഷാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജലാലിയത്ത് കാരണം അദ്ദേഹത്തിന് ജലാൽ എന്ന് പേര് വെക്കുകയായിരുന്നു എന്നതാണ് ചരിത്രം. അപ്പൊ ബന്ദറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇനിയും ഒരുപാട് നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.